ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇതാണ് പനിക്കൂർക്ക. ഏറ്റവും ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണിത്. പ്രത്യേകിച്ച് കുട്ടികളുള്ള വീടുകളിൽ ഇത് വെച്ച് പിടിപ്പിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി അത്ര പ്രയാസമൊന്നുമില്ല. ഇത് ചെറിയ കമ്പ് തന്നെ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അത് കുറച്ച് വെള്ളം മാത്രം, ഇപ്പം നമ്മൾ മഴക്കാലമായതുകൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേനലൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അത് പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടുന്നതാണ്. അപ്പോൾ വീടുകൾ നമ്മുടെ മുറ്റത്തൊന്നും സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് വാർപ്പിൻ്റെ മുകളിലൊക്കെ പെട്ടെന്ന് വെച്ച് പിടിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മളെ വീട്ടിലും വാർപ്പിൻ്റെ മുകളിലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് പനി, ജലദോഷം, കഫക്കെട്ട്, തുമ്മൽ, വിരശല്യം, മലബന്ധം എന്നിവയ്ക്കൊക്കെ പരിഹാരമാണ് നമ്മുടെ പനിക്കൂർക്ക. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, മുതിർന്നവർക്കും ഇത് കഴിക്കാം. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കുറച്ചേ എടുക്കുള്ളൂ, വലിയവർക്കാണെങ്കിൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് ഉപയോഗിക്കാം. നമ്മൾ ആവി പിടിക്കാറുണ്ട്. ആവി പിടിക്കുമ്പോൾ ഇതിൻ്റെ കുറച്ച് 2-3 ഇലകൾ അതിലിടുകയാണെങ്കിൽ ഏറ്റവും ആശ്വാസമാണ്. അതുപോലെ കുട്ടികൾക്ക് പെട്ടെന്ന് കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് പനി വരും. അത് സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ് കുഞ്ഞു കുട്ടികൾക്ക്. അപ്പോൾ പനി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഇത് ഉപയോഗിക്കണം. അല്ലെങ്കിൽ പനിയൊക്കെ ഒരുപാട് പനിയായി നല്ല രീതിയിൽ പനിച്ചിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ നമ്മളിത് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇപ്പോൾ ഈ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മരുന്നൊക്കെ കൊടുക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല അല്ലേ. അപ്പോൾ മാക്സിമം നമ്മൾ പനിയോ അസുഖങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഔഷധങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു 2 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കിത് പിഴിഞ്ഞിട്ട് ഇതിന് നീര് നേരിട്ട് കൊടുക്കാം. അല്ലാതെ കുട്ടികൾക്ക് കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ അവർക്കിത് ഇഷ്ടമാവണമെന്നില്ല. അപ്പോൾ കുറച്ചുകൂടി മധുരം ഇതിൽ ആഡ് ചെയ്യാം. മധുരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേൻ അല്ലെങ്കിൽ പനക്കൽക്കണ്ടം അതെന്തെങ്കിലും ആഡ് ചെയ്തിട്ട് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. ഇത് റോസ് പൂവിൻ്റെ മൊട്ടാണ് കേട്ടോ. നമ്മൾ പനിക്കൂർക്ക ഷൂട്ടെടുക്കാൻ വേണ്ടി വാർപ്പിൻ്റെ മുകളിലേക്ക് പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വയസ്സായിട്ടുള്ള മുത്തശ്ശിമാരൊക്കെ എങ്ങനെയാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കാമെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ. ആരെങ്കിലും ഈ ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്ത ബെല്ലൈക്കണുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഞാൻ 2-3 ഇലകൾ അതൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് വാഴ ഇലയിൽ നമ്മൾ ഒന്ന് കെട്ടിവെക്കാം. എന്നിട്ട് തീയുടെ കനലുണ്ടല്ലോ അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. അതിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മറച്ച് വയ്ക്കുക. അപ്പോൾ കാണാം മറച്ച് വെച്ചിട്ട് അങ്ങനെ നമ്മൾ അതിന്ന് നീര് എടുക്കുന്നത്. അപ്പോൾ നമ്മളത് എടുത്ത് ജസ്റ്റ് ഒരു 2 മിനിറ്റ് മതി കേട്ടോ. അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇലകൾ ഇതേപോലെ വാടിക്കിട്ടും. എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കൈയുടെ സെൻറ്ററിൽ വെച്ചിട്ട് നമ്മളത് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുക. അപ്പോൾ അതേപോലെ നീര് വരും. ഇങ്ങനെയാണ് പണ്ടുള്ളവരൊക്കെ ചെയ്തിരുന്നത് കേട്ടോ. ഇത് ഒരുപാടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് 1 ടീസ്പൂൺ വീതം കൊടുത്താൽ മതി. ഇത് അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും ഇത് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇവിടെ മോൾക്ക് കൊടുക്കുന്നുണ്ട്, അവിടെ അമ്മ മോൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനൊന്ന് ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവണമെന്നൊന്നുമില്ല. എന്നാലും നമ്മൾ 1 ടീസ്പൂണല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്നും ദിവസവും അത് കൊടുക്കാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് അത് ഇഷ്ടമായി തുടങ്ങും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.